നമസ്കാരം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നാറില്ലേ? ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥകൾ. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ മുറുകെ പിടിക്കാൻ പറ്റിയ ശക്തമായ ഒരു ദൈവിക വാഗ്ദാനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. യെശയ്യാവ് 41:13 ദൈവം നമ്മളോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഈ വാക്കുകൾ ഇത് വെറുതെ കേട്ട് തള്ളിക്കളയാനുള്ളതല്ല. ഇതൊരു ആശ്വാസവാക്ക് മാത്രമല്ല, ദൈവം നേരിട്ട് നമുക്ക് നൽകുന്നൊരു ഉറപ്പാണ്. വളരെ ശക്തമായൊരു പ്രഖ്യാപനമാണ്. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, ഇതൊരു നല്ല വാക്ക് മാത്രമല്ല, ഇത് സ്വർഗത്തിൽ നിന്നുള്ളൊരു കൽപ്പനയാണ്, ഒരു ഗ്യാരണ്ടിയാണ്. ദൈവം പറയുകയാണ്, ഇതിങ്ങനെ തന്നെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. ദൈവം നമ്മുടെ വലങ്കൈ പിടിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ശരിക്കും എന്താണ്? എന്തുകൊണ്ടാണ് ഈ വലങ്കൈ എന്ന് ദൈവം എടുത്തു പറയുന്നത്? കാരണം വലങ്കൈ എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയുടെ, നമ്മുടെ പ്രവൃത്തികളുടെ, നമ്മുടെ പോരാട്ടങ്ങളുടെ, എന്തിന് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഈ കാര്യങ്ങളെല്ലാമാണ് ദൈവം ഇപ്പോൾ തന്റെ കയ്യിലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മൾ ദൈവത്തിന് കൈമാറുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നെ ഭയത്തിന് ഒരു അടിസ്ഥാനവുമില്ലാതാകുന്നു. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിനെക്കുറിച്ചുള്ള വളരെ നിർണായകമായൊരു ഉൾക്കാഴ്ചയിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വ്യത്യാസമുണ്ട്. വചനം പറയുന്നത് ദൈവം നമ്മളെ പിടിച്ചിരിക്കുന്നു എന്നാണ്, അല്ലാതെ നമ്മൾ ദൈവത്തെ പിടിച്ചിരിക്കുന്നു എന്നല്ല. നമ്മുടെ പിടുത്തം ചിലപ്പോൾ ദുർബലമായേക്കാം, നമ്മുടെ ശക്തിയൊക്കെ കുറഞ്ഞുപോയേക്കാം, അല്ലേ? പക്ഷേ ദൈവത്തിന്റെ പിടുത്തം അങ്ങനെയല്ല, അത് എപ്പോഴും സുരക്ഷിതമാണ്. അതായത് നമ്മൾ ചിലപ്പോൾ തളർന്നു പോയേക്കാം, നമ്മുടെ വിശ്വാസം കുറഞ്ഞേക്കാം, നമ്മൾ ഇടറിയേക്കാം. പക്ഷെ ദൈവം അവിടുന്ന് നമ്മളെ കൈവിടില്ല. ആ പിടുത്തം അത്ര ഉറപ്പുള്ളതാണ്. ഇനി നോക്കൂ, ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് വെറുമൊരു ഉപദേശമല്ല, അതൊരു ദൈവിക ഉത്തരവാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ സഹായിക്കാൻ സ്വർഗം ഇതിനകം തന്നെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ സഹായം കിട്ടുന്നത് നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, മറിച്ച് അവൻ നമ്മുടെ ദൈവമാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആ ബന്ധത്തിന്റെ പുറത്താണ് ആ സഹായം വരുന്നത്. ശരി, ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ, ആ പോരാട്ടങ്ങളിൽ ഈ വാഗ്ദാനം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നമുക്ക് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയിലായിരിക്കാം, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കാം. നിങ്ങളുടെ പോരാട്ടം ഏതുമായിക്കൊള്ളട്ടെ, ദൈവം പറയുന്നു, ആ വലങ്കൈ ഞാൻ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരു മനുഷ്യന്റെ സഹായത്തിന് ഒരു പരിധിയുണ്ട്, അല്ലേ? എന്നാൽ ദൈവം നൽകുന്ന സഹായം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇതാണ് ഈ വാഗ്ദാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളെ സഹായിക്കാൻ വരുന്നത് ഒരു മനുഷ്യനല്ല, പിന്നെയോ ഈ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ആ സർവശക്തനായ ദൈവം തന്നെയാണ്. ഇനി നമുക്ക് ഈ വചനത്തിന്റെ ഏറ്റവും പേഴ്സണലായ, നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നൊരു ഭാഗത്തേക്ക് വരാം. അവൻ എവിടെയോ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവമല്ല, അവൻ നിങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ ഓരോ കണ്ണുനീർ തുള്ളിയും അവൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ വേദന അവനറിയാം. നിങ്ങളുടെ ഭയം അവൻ മനസ്സിലാക്കുന്നു. ഇനി ഈ കേട്ട സത്യങ്ങളൊക്കെ നമുക്കൊന്ന് ഏറ്റുപറഞ്ഞാലോ? ഇത് വെറുതെ കേട്ടുപോകാനുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കാനുള്ളതാണ്. ധൈര്യത്തോടെ എന്നോടൊപ്പം ഏറ്റുപറയുക. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും, നിങ്ങളുടെ എല്ലാ യുദ്ധങ്ങളും അവിടുത്തെ കയ്യിലേക്ക് കൊടുക്കുക. ഉറക്കെ പറയുക, എന്റെ യുദ്ധം ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം സഹായിക്കാൻ കൂടെയുണ്ടെങ്കിൽ പിന്നെന്തിനു ഭയക്കണം, അല്ലേ? അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, എനിക്ക് ഭയമില്ല, കാരണം ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഉറപ്പ്. നമ്മൾ ഒറ്റയ്ക്കല്ല. എന്ത് പ്രശ്നം വന്നാലും, ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും എന്റെ ദൈവം എന്നോടുകൂടെയുണ്ട്, എപ്പോഴും.